ഹായ്, ഇന്ന് എന്തൊക്കെയാ പഠിച്ചതെന്ന് കണ്ടാലോ? സബ് കോൺഷ്യസ് മൈൻഡ് ചാപ്റ്റർ 3 എത്തി നമ്മൾ. ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ കേൾക്കുന്നത് കൊണ്ട് നമ്മൾ കേട്ട നല്ല കാര്യങ്ങളും നമ്മൾ പെട്ടെന്ന് മറന്നുകൊണ്ട് അതുകൊണ്ട് നല്ല പോയിന്റ് എഴുതി വെക്കാറുണ്ട്. അരമണിക്കൂറോളം സബ് കോൺഷ്യസ് മൈൻഡിൽ ചെലവഴിച്ചെങ്കിലും അത് നമുക്ക് എന്തായാലും ഉപകാരപ്പെടും. പനിയായിട്ട് വലിയൊരു ബ്രേക്ക് വന്നതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് ആൻസർ മാർക്ക് ചെയ്ത് അത് നോക്കി വന്നപ്പോഴേക്കും ഒരുപാട് ടൈം പോയിട്ടോ. പിന്നെ ഡോക്ടറെ അടുത്തേക്ക് പോയി. പനിയുടെ ബാക്കി കാര്യങ്ങൾ ഇപ്പോഴും റെഡി ആയിട്ടില്ല. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് അങ്ങനെ ഡോക്ടറെ കണ്ട് ഗുളികയൊക്കെ വാങ്ങിച്ച നെക്സ്റ്റ് പോയത് ബാങ്കിലേക്കാണ്. 2-3 ദിവസം നീണ്ടു നിന്ന ശക്തമായ കാറ്റിനും മഴയ്ക്കും ശേഷം വന്നതുകൊണ്ടാ തോന്നുന്നു സൂര്യൻ ചേട്ടൻ നല്ല കലിപ്പിലായിരുന്നു. എന്തുകൊണ്ട് വെയിൽ കൊണ്ട സങ്കടം ഒരു ബിരിയാണി കഴിച്ച് തീർത്തുവിടാന്നുള്ള ചിന്ത ചെന്നെത്തിച്ചത് ഫ്രണ്ട്സ് ഹോട്ടലിലാണ്. അവിടെയാണെങ്കിൽ നല്ല കുത്തു ബിരിയാണി കിട്ടും. ഇത്ര എനർജറ്റിക് ആയിട്ട് ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരു ഏട്ടനെ കണ്ടത് ഞാൻ അവിടെയാണ്. ഈ വെയിലത്ത് കാശ് കൊടുത്തിട്ട് ഒരു ബിരിയാണി കഴിച്ചു എന്നുള്ളത് അബദ്ധമായി എന്ന് മനസ്സിലായത് വീണ്ടും പഠിക്കാതിരുന്നപ്പോഴാണ്. അവിടുത്തെ പിന്നെ ATM കയറി നേരിട്ട് വീട്ടിലെത്തിയപ്പോഴേക്ക് 2 മണി ആവാറായിരുന്നു കേട്ടോ. ഇന്ന് പഠിക്കുന്നതിന്റെ ഒരു പോർഷൻ അങ്ങനെയും പോയി. അപ്പൊ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും നിന്നില്ല. യൂട്യൂബിലുണ്ടായിരുന്ന കുറച്ച് മാത്സും ഇംഗ്ലീഷിന്റെയും ക്ലാസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ അത് കണ്ടു തീർത്തു. സബ് കോൺഷ്യസ് മൈൻഡ് ബുക്കിൽ ഇന്ന് വായിച്ച കാര്യമാണ് കേട്ടോ. ആങ്കർ, ജലസ്, ഫ്രസ്ട്രേഷൻ ഒക്കെ ലൈഫിൽ പോയിസൺസ് ആണ്. ഇത്തരത്തിലുള്ള ഇമോഷൻസ് ലൈഫിൽ കെമിക്കൽ റിയാക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എനിക്കാണെങ്കിൽ ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്തെങ്കിലും കുഞ്ഞു കാര്യം കിട്ടിയാൽ ഞാൻ പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവും. ഒരുപാട് സന്തോഷം നൽകുന്നത് ആ ദിവസം നല്ലോണം പഠിക്കാൻ പറ്റുമ്പോഴാണ്. ആഫ്റ്റർനൂൺ നല്ല ടയേർഡായിരുന്നു. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.